5 തിങ്സ് ടു ഡു ടു അവോയ്ഡ് പീരീഡ് ആക്നി. എന്തുകൊണ്ടാണ് പീരീഡ് ആക്നി വരുന്നത്? നമ്മളുടെ പീരീഡ്സിന് ഒരു 1 വീക്ക് പ്രയർ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ഹോർമോണൽ ചേഞ്ചും അത് കാരണം നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷനും ഓവർ ഓയിൽ പ്രൊഡക്ഷനും ഉണ്ടാവും. അത് കാരണമാണ് ഈ പീരീഡ് ആക്നീസ് വരുന്നത്. അപ്പോൾ ഇത് മാറ്റാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്കിൻ കെയർ ഒന്ന് ഫോക്കസ് ചെയ്യുക. സ്കിൻ കെയറിൽ ഈ 3 ഇൻഗ്രീഡിയൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കുക. ഇത് 3ഉം ആക്നീസ് കുറയ്ക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി രണ്ടാമത് നമ്മൾ ഇൻ ആൻഡ് ഔട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളത്. നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യുക, നല്ലോണം വെള്ളം കുടിക്കുക. മിനിമം ഒരു 2 to 3 liters ഓഫ് വാട്ടർ ഡെയിലി ഇൻടേക്ക് ചെയ്യാൻ നോക്കുക. മൂന്നാമതായിട്ട് നല്ലോണം ഉറങ്ങുക. 7 to 8 hours മിനിമം സ്ലീപ്പ് വേണം. നല്ല രീതിയിൽ ഉറങ്ങുകയാണെങ്കിൽ നമ്മളെ സ്ട്രെസ് ഹോർമോൺസ് കുറഞ്ഞിരിക്കും. സ്ട്രെസ് ഹോർമോൺസ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പീരീഡ് ആക്നി വരുന്നത് കുറയും. ഇനി നാലാമത് ഷുഗറി ഫുഡ്സും പ്രോസസ്ഡ് ഫുഡ്സും അറ്റ്ലീസ്റ്റ് 1 വീക്ക് പ്രയർ ടു പീരീഡ്സ് എങ്കിലും കട്ട് ചെയ്ത് തുടങ്ങുക. അത് ഫുള്ളായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിലും ഈ പീരീഡ് ആക്നി വരുന്നത് കുറയും. ഇനി അഞ്ചാമത്തത് സപ്ലിമെൻറ്റ്സ് ആണ്. ഞാൻ എടുക്കുന്ന സപ്ലിമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. വിറ്റമിൻ D3, omega-3, മെഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് ആൻഡ് സിങ്ക് ആണ് ഞാൻ എടുക്കുന്നത്. ഇതിൽ സിങ്കും വിറ്റമിൻ D3യും എനിക്ക് ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് ഞാൻ എടുക്കുന്നതാണ്. ബാക്കി 2 സപ്പോർട്ടീവ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടിട്ട് മാത്രം സപ്ലിമെൻറ്റ്സ് എടുക്കുക.